ഹായ് ഹലോ, നമുക്കിന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമായിരുന്നു കേട്ടോ. ഇടിയപ്പം കടലക്കറിയും കൂടെ തന്നെ നമുക്ക് ചായ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കാപ്പി കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അബിക്കുട്ടിനെ അരക്ലാസ് കൊണ്ടാക്കണം. അരക്ലാസ് എന്ന് വെച്ചാൽ അങ്കൻവാടിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ അങ്കൻവാടിയാണ് അരക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ അതിലും കഴിച്ചിട്ട് 10 മണിയായപ്പോൾ അബിക്കുട്ടിനെ അങ്കൻവാടി കൊണ്ടാക്കണം. പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു ചർച്ചുണ്ട്. ചർച്ചിൽ കയറി ഞാൻ തൊഴുതിട്ടൊക്കെയാണ് എല്ലാ ദിവസവും അവനെ അരക്ലാസ് കൊണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ചർച്ച് കേട്ടോ. വേങ്കോട് ചർച്ച് എന്നാണ് പേര്. ചർച്ചിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് പോസ്റ്റ് ഓഫീസിലൊന്ന് പോകണം. പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ചാൽ ചർച്ചിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചർച്ചും പോസ്റ്റ് ഓഫീസും എല്ലാം വീടിനോട് അടുത്ത് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം ഞാനും അബിക്കുട്ടനും പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. അബിക്കുട്ടൻ അവിടെ ഓടി നടന്ന് കളിക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചർച്ചിൽ നിന്ന് ഇറങ്ങി. ചർച്ചിനോട് ചേർന്ന് തന്നെയാണ് ചർച്ചിൻ്റെ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. ആ ഓഡിറ്റോറിയം ചേർന്ന് കാണുന്ന ഈ ചെറിയ പാർട്ടാണ് നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് കേട്ടോ. ഒരു സ്റ്റാഫ് മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. അബിക്കുട്ടിൻ്റെ അങ്കൻവാടിയിലാക്കിയതിനു ശേഷം ഞാൻ ഒരു 11:30 ഒരു കപ്പപ്പഴം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണ് റെഡിയായി. അപ്പോൾ അബിക്കുട്ടിൻ്റെ അങ്കൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ഉച്ചയ്ക്കത്തെ ഊണ് കഴിച്ചത്. അപ്പോൾ ഊണിന് നമുക്ക് നെത്തല് കറിയായിരുന്നു, പിന്നെ അവിയലുണ്ടായിരുന്നു, നെത്തല് ഫ്രൈ ഉണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ടായിരുന്നു. അബിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മളൊരു 1:30 ചോറ് കഴിച്ചത്. ഞാനും അബിക്കുട്ടിന് ചേർന്നാണ് ചോറ് കഴിച്ചത്. സൈഷേട്ടൻ ജോലിക്ക് പോയിരിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം നമുക്ക് ചായക്ക് ബിസ്ക്കറ്റായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോൾ ചായ ഇട്ട് ബിസ്ക്കറ്റും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സൈഷേട്ടൻ ജോലി കഴിഞ്ഞ് വരും. പിന്നെ അദ്ദേഹത്തിനുള്ള ചായ ചൂടാക്കി കൊടുത്തിട്ട് ചായ കഴിച്ചിട്ട് സൈഷേട്ടൻ കുളിച്ചിട്ട് പുറത്ത് പോകും. പുറത്ത് കടയിലൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പോകും. പിന്നെ രാത്രി 8 മണിയാകുമ്പോഴാണ് ഞങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പം രാത്രിത്തെ ഫുഡിൽ നിന്ന് കുമ്പളങ്ങിയ പരിപ്പ് കറിയാണ്, പിന്നെ മുട്ടത്തോരനുണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് രാത്രി ഇത് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പം നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം വേഗം പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക്